പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തിരുനാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെല്ലുന്നു, സ്തുതിക്കുന്നു. ഈ സന്ധ്യാവേളയിൽ ചർച്ചിലെ ആരാധനയ്ക്ക് ശേഷം ഗോസ്പൽ ഫോർ നേഷൻസ് എന്ന ദൈവസഭയുടെ അടിസ്ഥാനത്തിൽ ആരാധനയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു കടമ്പയിലേക്ക് കടപ്പാൻ ദൈവം എന്നെ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ദൈവജനങ്ങളെയും സഭാവിശ്വാസികളെയും ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ എനിക്കിങ്ങനൊരു സാഹചര്യം കിട്ടിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരുണയുള്ളവൻ ഇങ്ങനെ UK വന്നിങ്ങനൊരു അഭിമുഖമായിട്ട് ദൈവജനത്തോട് എൻ്റെ ഒരു സാക്ഷ്യം പറയുവാൻ തന്ന നല്ല കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ഡാനിയൽ. എൻ്റെ സ്വദേശം തുമ്പോണിനടുത്ത് തട്ട എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്നും ഞങ്ങൾ മൊത്തം 5 സഹോദരങ്ങളാണ്, 4 ആണും 1 പെണ്ണും. ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി. എനിക്ക് മാത്രമേ ഈ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവത്തിൻ്റെ മഹിമ കാണുവാനും ഇതുവരെയും സാധിച്ചിട്ടുള്ളൂ, കൂടപ്പറപ്പുകളിലെല്ലാം. എന്നാൽ അതിൽ എൻ്റെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ്റെ മക്കൾ 2 പേര് ദൈവകൃപയിൽ അവർ ഉണ്ട്. ആ കുടുംബം അങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും പോകുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങൾ. ഒരു 3 പേർക്കും കല്യാണമെല്ലാമായി വിവാഹിതരായി. 2 പേര് ഡൽഹിയിലുണ്ട്. ഇളയ മകള് ജയയുടെ കുടുംബത്തോടാണ് ഞാൻ ഇവിടെ UK വന്നത്. അവരാണ് എന്നെ കൊണ്ടുവന്നത്. ഞാൻ 1977 മദ്രാസിലേക്ക് കടന്നുപോയി. എന്നെ ആവുന്നിടത്തോളമല്ല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി. അവിടെ ഒരു 7 വർഷം താമസിച്ച് ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ആർഭാട ജീവിതം അവിടെ എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് എനിക്കൊന്നും ഇല്ലാത്തവനായിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയും 1984 എൻ്റെ ഭാര്യയുടെ മൂത്ത ജ്യേഷ്ഠന് ആ കുടുംബം നോയിഡയിലെ ഡൽഹി പ്രദേശത്തുണ്ട്. അമ്മമ്മ മരിച്ചുപോയി, ജ്യേഷ്ഠനുണ്ട്. കുടുംബമായിട്ട് അവർ സന്തോഷമായിട്ട് കഴിയുന്നു. അവരുടെ കൂടെ ഞാൻ ഡൽഹിയിലേക്ക് കടന്നു വരികയും ഒരു 7 വർഷം മനോരമയുടെ ഒരു സ്റ്റാഫായിട്ട് എനിക്ക് ഒരു ജോലി ലഭിക്കുവാനും, എന്നാൽ എൻ്റെ അമിതമായിട്ടുള്ള മദ്യപാനം മൂലം അവർ 1989 എന്നെ പിരിച്ചുവിടുകയും ഞാൻ വീണ്ടും ഡൽഹിയിൽ തന്നെ ഒരു ചെറിയ കച്ചവടമൊക്കെ തുടങ്ങി. സൈക്കിളിൽ ഇങ്ങനെ ബേക്കറി ഐറ്റങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുകൊടുക്കുകയും അങ്ങനെ ഒരു സാമാന്യ രീതിയിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴും ഈ മദ്യപാനത്തിന് ഞാൻ അടിമപ്പെട്ടതുകൊണ്ട് ഒരു സമൂഹത്തിലോ ഒരു 4 പേര് കൂടുന്നിടത്തൊന്നും എനിക്ക് ഒരു അംഗീകാരമോ ഒരു വേണ്ടപ്പെട്ട രീതിയിൽ എന്നെ അത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് YMCAയിൽ MG അലക്സ് എന്ന് പറയുന്ന ഒരു അച്ഛന് അവിടെ ഒരു വലിയ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ സപ്ലൈ ചെയ്യും. ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹം വന്ന് ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ആരാധനയിൽ അദ്ദേഹം ഒരു മദ്യപാനിയായ മനുഷ്യനായിരുന്നു. അങ്ങനെ കുവൈറ്റിലൊക്കെ പോയി യുദ്ധം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുവൈറ്റിൽ നിന്ന് അല്പം പൈസയൊക്കെ ആയിട്ട് വന്നിങ്ങനെ കച്ചവടമൊക്കെ ആയിട്ട് നല്ല ഹൃദയം നിറഞ്ഞ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും അദ്ദേഹം എന്നെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ ഒരു സ്വഭാവത്തെ പഠിക്കുകയും ഞാൻ അദ്ദേഹത്തിൽ ചില സ്വഭാവ ഗുണങ്ങൾ കാണുകയും സ്തോത്രം. അങ്ങനെ ഞാൻ 84 ഡൽഹി വന്നു. പിന്നെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് 1991 അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഹിന്ദു സഹോദരന് ജോലി ചെയ്തിരുന്നു. എന്നെ കാട്ടിലൊക്കെ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഏർപ്പാട് ചെയ്തു വച്ചാൻ ഇതേമാതിരി ഈ മനുഷ്യനെ നീ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന്, ആ ഹിന്ദു സഹോദരൻ വന്ന് ബ്രദറെ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇവന് വേറെ ഒരു പണിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് പിന്നെ അവരുടെ കൂടെ ഞാൻ ആരാധനയ്ക്ക് ഗ്രീൻ പാർക്കിൽ സ്തോത്രം കടന്നു പോവുകയും അപ്പോഴും എനിക്ക് ബീഡി വലിക്കുന്ന സ്വഭാവമുണ്ട്. മദ്യത്തിന് അല്പം കുറവ് വന്ന് ബീഡി വലിക്കുന്ന സ്വഭാവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ച് ഇങ്ങനെ വലിക്കുകയും ഉടൻ തന്നെ ഈ പാമ്പാട്ടി ഞാൻ കണ്ടില്ല, ഒരു പാമ്പാട്ടി അവിടെ വന്ന് കൂട് തുറന്ന് ആ കടക്കാരനോട് പൈസ ചോദിക്കുന്നത്. അപ്പോൾ പാമ്പ് അങ്ങനെ തന്നെ ഞാൻ ആ സിഗരറ്റ് അവിടെ തല്ലിപ്പൊത്തി കളഞ്ഞിട്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ ബീഡിയും സിഗരറ്റും വലിച്ചിട്ടില്ല. അങ്ങനെ ദൈവസഭയിൽ ചെന്ന് ദൈവസഭയിൽ ഇങ്ങനെ ആരാധനയൊക്കെ തുടങ്ങി.
ആരാധനയുടെ വേളയിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് 56-ാം സങ്കീർത്തനം 8-ാം വാക്യം, 56-ാം സങ്കീർത്തനമാണെന്ന് ദൈവദാസൻ അവിടെ പ്രബോധനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം വായിച്ച് 56-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം, എൻ്റെ കണ്ണുനീര് നീ തുരുത്തിയിലാക്കി വയ്ച്ചു ഇരിക്കുന്നു എന്ന ഉള്ള ഒരു വാക്യത്തെ കണ്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കണ്ണുനീര്, ആരുടെ കണ്ണുനീരാണ് ദൈവം തുരുത്തിയിലാക്കി വയ്ക്കുന്നത്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതെന്തിനു വേണ്ടിയാണ് ഈ തുരുത്തിയിലാക്കി വയ്ക്കുന്നത്? ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളെല്ലാം കേട്ട് ഞാൻ വളരെ സന്തോഷമായിട്ടും എന്നാൽ വചനം കേൾക്കുമ്പോൾ അന്നും ഇന്നും എൻ്റെ മനസ്സ് വളരെ ഉരുകിപ്പോകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നിത്യജീവനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ആർക്കാണ് നിത്യജീവനിലേക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യം ദൈവം ഒരുക്കുന്നത്? എവിടുന്നാണ് മനുഷ്യനെ കൊണ്ടുവരുന്നത്? ആരാണ് ദൈവത്തെ കാണുന്നത്? നിങ്ങളെ ആർക്കാണ് ആവശ്യം? നാട്ടുകാർക്കാണോ ദൈവം? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടാവുകയും ഞാൻ വീട്ടിൽ വന്നു. പിന്നെ പല പ്രാവശ്യം ചർച്ചയിൽ പോവുകയും കാര്യങ്ങളെല്ലാം നടന്ന് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുകയും എടുക്കുകയും അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിലെങ്ങും പോയിട്ടില്ല. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവിതത്തിനാകെ ഒരു മാറ്റമായി. അങ്ങനെ ഉപവാസം, പ്രാർത്ഥന, അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് അന്നെല്ലാം ഉപവാസ പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് എനിക്ക് വലിയ താല്പര്യത്തോടുകൂടിയും സമയം കണ്ടെത്തി ഉപവാസ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലയിടത്തു നിന്നും പല കാര്യങ്ങളിൽ നിന്നും കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും ദൈവദാസന്മാർക്ക് കൂടിയുള്ള എന്നോടുള്ള ആലോചനയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, എൻ്റെ ഹൃദയം സന്തോഷത്താൽ വളരെ ആനന്ദത്തോടെ കഴിഞ്ഞു പോവുകയും അത് ഞാൻ വീണ്ടും 99 സ്നാനപ്പെടുന്നതിനും അഭിഷേകം പ്രാപിക്കുവാനും ദൈവം ഇടയാക്കി. നന്ദിയോടെ സ്തോത്രം ചെല്ലുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഭാര്യ മരണപ്പെട്ടു. അവൾക്ക് 2 കിഡ്നി ഫെയിലായി പോയി. ഹല്ലേലൂയ. അവസാനം ഇതിനോടൊക്കെ വളരെ എതിർത്ത് നിന്നു. എങ്കിൽ തന്നെയും അവസാന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവൾക്ക് ശാരീരിക ക്ഷീണമൊക്കെയായി. എന്നാൽ അവൾ ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ടിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെയും അന്ന് സൈക്കിളാണുള്ളത്, അനേകർക്ക് ഞാൻ ട്രാക്സ് കൊണ്ടുകൊടുക്കുകയും പല ദിവസങ്ങൾ ഓട്ടോറിക്ഷക്കാർ, സൈക്കിൾ റിക്ഷക്കാർ അങ്ങനെ പോകുന്നിടത്ത് മുഴുവനും എൻ്റെ ഒരു 2-3-4 വർഷം എനിക്ക് അങ്ങനെ പല സുഹൃത്തുക്കളും, പല ദൈവദാസന്മാരെയും, പല സുഹൃത്തുക്കളെയും, പല ബന്ധങ്ങളും ദൈവം എനിക്ക് കാണിപ്പാനിടയാക്കി. ദൈവനാമത്തിൽ നിന്നോട് സ്തോത്രം. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു. അവർ 3 പേരുണ്ട്. അവർക്ക് 3 പേർക്കും കല്യാണമെല്ലാമായി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങൾക്ക് ഒരു ദൈവദാസന്, ഇപ്പം ഞാൻ ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ശാഖയിൽ അവിടുത്തെ ദൈവദാസനോടുകൂടി ഞങ്ങൾ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10-25 വർഷമായി നല്ലൊരു ആരാധനയും കുടുംബവും ആത്മീയമായിട്ട് വളരെ സന്തോഷത്തോടെ ഞാൻ ഇത്രത്തോളം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചേറ്റുകുഴി കിടക്കുന്നതിന്, അനാഥനെയും ദൈവത്തിന് വേണ്ടാത്തതിനെയൊക്കെയാണ് ദൈവം ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവനാമത്തിന് വേണ്ടി വീണ്ടും നിൽപ്പാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായിട്ട് പറയുവാൻ, എനിക്ക് UK കടന്നു വരുവാൻ അജോയും കുടുംബവും ഇങ്ങനൊരു വിഷയം എനിക്ക് തന്ന് ഇവിടെ കൊണ്ടു നിർത്തുന്നതിനും 3-4 മാസമായിട്ട് ഇവിടുത്തെ ദൈവജനങ്ങളോടുകൂടി ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെയും തന്ന എല്ലാ കൃപകൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം എനിക്ക് തന്ന ദൈവസഭയും ദൈവമക്കളെയും ഓർത്ത് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ